വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സിറ്റി രജിസ്ട്രേഷനെ കുറിച്ചും വിസ എക്സ്റ്റൻഷൻ ആൻഡ് ബ്ലോക്ക് അക്കൗണ്ടിനെ കുറിച്ചാട്ടോ. സോ ബ്ലോക്ക് അക്കൗണ്ട്, അതായത് വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ബ്ലോക്ക് അക്കൗണ്ട് വീണ്ടും റിന്യൂ ചെയ്യണോ, വീണ്ടും അത്രയും പൈസ തന്നെ കെട്ടിവെക്കണോ, അങ്ങനത്തെ ഡൗട്ടൊക്കെ കുറേ പേർക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ സിറ്റി രജിസ്ട്രേഷനെ കുറിച്ച്. നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ നടത്തേണ്ടത് നമ്മൾ ഏത് സിറ്റിയിലാണോ സ്റ്റേ ചെയ്യുന്നത് ആ സിറ്റിയിലാണ്. അതായത് ഇപ്പം റോസ്റ്റോക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരാൾ റോസ്റ്റോക്കിൽ തന്നെ സ്റ്റേ ചെയ്യണമെന്നില്ല. അതുപോലെ വിസ്മാർ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരാൾ വിസ്മാറിൽ സ്റ്റേ ചെയ്യണമെന്നില്ല. വിസ്മാർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരാൾ റോസ്റ്റോക്ക് എന്ന് പറഞ്ഞ സിറ്റിയിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ റോസ്റ്റോക്ക് സിറ്റിയുടെ രജിസ്ട്രേഷനാണ് എടുക്കേണ്ടത്. സോ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ രജിസ്ട്രേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. സോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സിറ്റിയിലാണ് നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുന്നത്? നമ്മൾ ആദ്യം തന്നെ ഓൺലൈനായിട്ട് സിറ്റി രജിസ്ട്രേഷന് അപ്പോയിൻമെൻറ്റ് എടുക്കണം. നമ്മുടെ അടുത്തുള്ള സിറ്റി സെൻറ്റേഴ്സിൽ, സിറ്റി ഓഫീസസിൽ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസസിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ്, എൻറോൾമെൻറ്റ്, അതുപോലെ പാസ്പോർട്ട്, എല്ലാ ഡോക്യുമെൻറ്റ്സും ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ഓഫീസിൽ പോവുക. ആ പറഞ്ഞ ടൈമിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ആ പറയുന്ന ടൈം സ്ലോട്ടിൽ തന്നെ നമ്മൾ അവിടെ എത്താൻ ശ്രമിക്കുക. സോ നമ്മൾ അവിടെ എത്തി ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ചെയ്തിട്ട് ടാക്സ് ഐ ഡി കിട്ടും. അപ്പം തന്നെ ചിലപ്പോൾ ടാക്സ് ഐ ഡി കിട്ടണമെന്നില്ല. പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് ലെറ്റർ ബോക്സിൽ നമുക്ക് ലെറ്റർ ബോക്സസ് ഉണ്ടാവും. സോ നമുക്ക് ലെറ്റർ ആയിട്ട് നമ്മുടെ ടാക്സ് ഐ ഡി ഉള്ള ഫോം കിട്ടും. ഇനി ഈ ടാക്സ് ഐ ഡി എന്തിനാണ്? ഈ ടാക്സ് ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജർമ്മനിയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ നമുക്കൊരു പാർട്ട് ടൈം ഒക്കെ വേണമെങ്കിൽ ഈ ടാക്സ് ഐ ഡി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മുടെ സിറ്റി രജിസ്ട്രേഷൻ ടാക്സ് ഐ ഡി ഒക്കെ കാണിച്ചാൽ മാത്രമേ നമുക്കൊരു പാർട്ട് ടൈം ഒക്കെ കിട്ടുള്ളൂ. സോ ഇതാണ് സിറ്റി രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ്. ഇനി സിറ്റി രജിസ്ട്രേഷൻ ചില സിറ്റീസിൽ വെൽക്കം മണി തരുന്നുണ്ട് സിറ്റി രജിസ്ട്രേഷൻ കഴിയുമ്പോൾ. അതായത് ഞാൻ നിൽക്കുന്നത് റോസ്റ്റോക്ക് എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. ഈ റോസ്റ്റോക്ക് സിറ്റിയിൽ ഒരു പുതിയ റെസിഡൻറ്റ് വന്ന് സിറ്റി രജിസ്ട്രേഷൻ നടത്തി കഴിയുമ്പോൾ വെൽക്കം മണി അല്ലെങ്കിൽ വെൽക്കം ഗിഫ്റ്റ് ആയിട്ട് റോസ്റ്റോക്കിൽ നമുക്ക് 150 യൂറോസ് കിട്ടും. സോ ഇതെല്ലാ സിറ്റിയിലും ഇല്ല, ചില സിറ്റീസിൽ മാത്രമേ ഉള്ളൂ. സോ റോസ്റ്റോക്കിൽ ഇതുണ്ട്, എനിക്കത് കിട്ടി. നമ്മുടെ അടുത്ത് അവർ ചോദിക്കും നിങ്ങൾക്ക് വേണോ വെൽക്കം മണി എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വേണമെന്ന് പറയണം. ഇനിയിപ്പോൾ നമ്മളോട് ചോദിച്ചില്ലെങ്കിൽ തന്നെ ഇങ്ങനെ വല്ല കാര്യങ്ങളും റോസ്റ്റോക്കിലല്ല ഏത് സിറ്റിയിലാണ് നിങ്ങളുള്ളത് അവിടെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ അവിടുത്തെ സീനിയേഴ്സ്, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. കാരണം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മിസ് ചെയ്യരുത്. ഇനി വിസ എക്സ്റ്റൻഷൻ ആൻഡ് നമ്മുടെ ബ്ലോക്ക് അക്കൗണ്ട് മണി. നമുക്ക് വിസ എടുക്കാൻ നേരത്തെ 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്കൊക്കെ ആയിരിക്കും നമുക്ക് നാട്ടിൽ നിന്ന് വിസ കിട്ടുക. പിന്നീട് നമ്മൾ ഇവിടെ വന്നിട്ടായിരിക്കും അത് എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മുടെ 2 വർഷത്തെ കോഴ്സ് ആണെങ്കിലും 1.5 വർഷത്തെ കോഴ്സ് ആണെങ്കിലും ശരി, അത് ഇവിടെ വന്നിട്ടാണല്ലോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ നാട്ടിൽ പോയിട്ടല്ല പിന്നീട് അത് വിസ വീണ്ടും എടുക്കുന്നത്. സോ അങ്ങനെ എടുക്കാൻ നേരത്ത് ഈ ബ്ലോക്ക് അക്കൗണ്ട് മണി വീണ്ടും കെട്ടിവെക്കണമോ? അതായത് നമ്മൾ നാട്ടിൽ നിന്ന് വരാൻ നേരത്ത് എനിക്ക് തോന്നുന്നു 12,000 സംതിങ് യൂറോസ് ആണ് 1 വർഷത്തേക്ക് നമ്മൾ കെട്ടിവെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സോ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോ മാസം ആ ബ്ലോക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മാസം നമുക്ക് അതിൽ നിന്ന് എമൗണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും നമ്മുടെ ചിലവിന് വേണ്ടിയിട്ട്. സോ ഈ 1 വർഷം കഴിയുമ്പം, ഈ 1 വർഷത്തെ ബ്ലോക്ക് അക്കൗണ്ട് കഴിയുമ്പം എന്ത് ചെയ്യണം? ഈ ബ്ലോക്ക് അക്കൗണ്ട് വീണ്ടും റിന്യൂ ചെയ്യേണ്ടി വരുമോ എന്നാണ് എല്ലാവരുടെയും സംശയം. സോ ദ പോയിന്റ് ഈസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദ സിറ്റി വെർ യു ആർ. സോ നിങ്ങൾ ഏത് സിറ്റിയിലാണോ അതിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്. ചില സിറ്റീസിൽ നമ്മൾ ആദ്യത്തെ 1 വർഷം കെട്ടിവെച്ച അത്രയും എമൗണ്ട് തന്നെ വീണ്ടും എത്ര നാളത്തേക്കാണോ നമ്മൾ വിസ റിന്യൂ ചെയ്യുന്നത് അത്രയും നാളത്തേക്ക് കെട്ടിവെക്കണമെന്ന് മാത്രമല്ല, അത് വീണ്ടും മാസം മാസം കിട്ടുകയുള്ളൂ. രണ്ടാമത് ചില സിറ്റീസിൽ നമ്മൾ ഈ എമൗണ്ട് കെട്ടിവെച്ചു, അതായത് ആ ഒരു വിസ എക്സ്റ്റൻഷൻ്റെ ടൈമിൽ നമുക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നത് വരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 2-3 മാസം അത്രയും എമൗണ്ട് കാണിച്ചാൽ മതി. ഇനി ചില കേസിൽ ഇതൊന്നും വേണമെന്നില്ല, നമുക്കൊരു പാർട്ട് ടൈം ഉണ്ടെങ്കിൽ അതിൻ്റെ കോൺട്രാക്റ്റ്, അതായത് കഴിഞ്ഞ 3 വർഷമായിട്ട് 3 മാസമായിട്ട് കഴിഞ്ഞ ലാസ്റ്റ് മന്ത്സിൽ നമുക്കൊരു കോൺട്രാക്റ്റ് ഉണ്ട്. അതുപോലെ ലാസ്റ്റ് മന്ത്സിൽ ഒരു 3-4 മാസമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് ഇത്ര എമൗണ്ട് പേയ്മെൻറ്റ് ഇവിടെ ജീവിക്കാനുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആവും. സോ ഇതും കംപ്ലീറ്റ്ലി സിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. സോ നമ്മൾ ആ ഒരു ഇത്ര 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 12 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ട് വന്നു കഴിഞ്ഞോ ഇത് ഇത്രയും മതിയല്ലോ എന്ന് വിചാരിച്ച് ആദ്യത്തെ വർഷം തന്നെ കിട്ടുന്ന പൈസ നമ്മൾ ചിലവാക്കുകയും വീട്ടിലോട്ട് അയക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ്
വീണ്ടും നമുക്ക് ഇത്രയും പൈസ കെട്ടിവെക്കേണ്ടി വന്നാൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. സോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എവിടെയാണോ അഡ്മിഷൻ കിട്ടുന്നത് അവിടെ ലിങ്ക്ഡിൻ വഴിയോ അവിടുത്തെ സീനിയേഴ്സിനെ എങ്ങനെയെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിക്കുക. അതിനുശേഷം അവരോട് ചോദിച്ച് ഈ കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് അതിനു കൂടി പ്രിപ്പയർ ആയിട്ട് തന്നെ ജർമ്മനിയിലേക്ക് വരിക. ബൈ.